പണ്ടൊരു പേഴ്സണാലിറ്റി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ചെറുപ്പത്തിൽ കേട്ട ഒരു 5 കാര്യങ്ങളാണ് ജീവിതത്തിന് വളരെ ഗുണകരമായ ഒരു കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ ഗുണകരമാണ്. അത് നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. 5 കാര്യങ്ങളൊന്ന്, ഹ്യൂമൻ മൈൻഡ് ക്യാൻ ഹോൾഡ് ഓൺലി വൺ തോട്ട് അറ്റ് എ ടൈം ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഇറ്റ് നെഗറ്റീവ് ദാറ്റ് തോട്ട് ഷുഡ് ബി പോസിറ്റീവ്. മലയാളത്തിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മനുഷ്യ മനസ്സിൽ അനേകം ചിന്തകൾ വരാം. കഴിയുന്നിടത്തോളം ഒരു പോസിറ്റീവ് ചിന്തയെ തിരഞ്ഞെടുക്കുക. പോസിറ്റീവ് ചിന്തകൾ ചിന്തിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. നെഗറ്റീവ് ചിന്തകൾ ചിന്തിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് എൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. രണ്ടാമതായിട്ട് പറഞ്ഞത്, ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ് നത്തിങ് എൽസ് ഈസ് ഗോയിങ് ടു ബി റൈറ്റ്. യു വിൽ ലൂസ് ഇവൻ ബിഫോർ യു സ്റ്റാർട്ട്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഓരോ കാര്യങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ വിജയിച്ചു കഴിഞ്ഞു. ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ അത് തുടങ്ങുമ്പോഴേ പരാജയപ്പെട്ടും കഴിഞ്ഞു. അതാണ് ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ് നത്തിങ് എൽസ് ഈസ് ഗോയിങ് ടു ബി റൈറ്റ്. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞത്, അവോയ്ഡ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയും. പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വരുംവരാഴികളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യവും ചെയ്യാനൊക്കത്തില്ല. കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊക്കെ ചെയ്യുക. എനിക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, ഞാൻ അതങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പ്രോക്കാസ്റ്റിനേഷൻ ഇംഗ്ലീഷിലുള്ള പദത്തിന് അർത്ഥം ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ട് അത് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാൽ ചില കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങുക, ചെറിയ തോതിലായി തുടങ്ങും. ഒരു ബിസിനസ് ആണെങ്കിലും ചെറിയ തോതിൽ നിങ്ങളങ്ങ് തുടങ്ങുക. ഒരുപാട് മുടക്കമുതൽ വരട്ടെ, അത് വരട്ടെ, ഇത് വരട്ടെ എന്നൊക്കെ ചിന്തിച്ചെന്നാൽ നിങ്ങൾക്ക് ആ ബിസിനസ് തുടങ്ങാനൊക്കത്തില്ല, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കത്തില്ല. അവോയ്ഡ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. പല കാര്യങ്ങളും നമ്മുടെ പ്രോക്കാസ്റ്റിനേഷൻ അതിനെ നശിപ്പിച്ചു കളയും. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അസസ് യുവർ സ്ട്രെങ്ത്, വീക്ക്നെസ്, സ്ട്രെങ്ത്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുക. SWOT എന്ന് പറയും, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്. നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അതിനെ പിടിച്ചെടുക്കാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വീക്ക്നെസ് ഉണ്ടാകും, ത്രെഡായിട്ടുള്ളത്, വീക്ക്നെസ് ആയിട്ടുള്ളതുകൊണ്ട് അതിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് സ്ട്രെങ്ത് ആയിട്ടുള്ളതിൽ കൂടുതൽ ആവർത്തിച്ച് ചെയ്യുക. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ല, ആ സ്ട്രെങ്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കൂടുതൽ മുന്നോട്ട് പോവുക. അപ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ വിജയിക്കാൻ പറ്റും. നമ്മുടെ വീക്ക്നെസ് ആയിട്ടുള്ള അത്ര കാര്യങ്ങൾ, നമുക്ക് മാത്സ് അറിയത്തില്ലെങ്കിൽ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ കീപ്പ് എവരി പേഴ്സൺ അസ് യു കംസ് ഇൻ ടു കോൺടാക്ട് അസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ നടത്തും. ഓരോ വ്യക്തിയും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഒരു പ്രജുഡിസും കൂടാതെ അവനോട് ഏറ്റവും സ്നേഹത്തോടു കൂടി, ലോകത്തിലെ ഏറ്റവും കണ്ടുമുട്ടാവുന്ന ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയായിട്ട് അവനെ കരുതുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരുപാട് ഹ്യൂമൻ റിലേഷൻഷിപ്പ് വർദ്ധിക്കും. അല്ലാതെ പ്രജുഡിസോടുകൂടി അവൻ അതായിരിക്കും ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരും പറഞ്ഞു കേട്ടുകൊണ്ട് നമ്മൾ അവനോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പുകളും വളരത്തില്ല. ഹ്യൂമൻ റിലേഷൻഷിപ്പുകളിൽ കൂടെയാണ് നമ്മൾ ധനവാനാവുന്നു, മറ്റുള്ള കാര്യങ്ങളാവുന്നു, എല്ലാം നമുക്ക് അവസരങ്ങൾ കിട്ടുന്നതൊക്കെ നല്ല ഒരുപാട് കോൺടാക്ട്സുകൾ. ഹ്യൂമൻ റിലേഷൻഷിപ്പാണ് ഒരു മാനസികാരോഗ്യത്തിന് പോലും ഏറ്റവും നല്ല മാനുഷിക ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴത്തേക്ക് നമ്മുടെ റിച്ച്നെസ് കൂടും, വിസ്ഡം കൂടും, ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് എവിടെ ചെന്നാലും ഉണ്ടാവും. എല്ലാവരും തുറന്ന മനസ്സോട് ഇടപെടുക, പ്രജുഡിസോടുകൂടി ഇടപെടുക. ഒരു കള്ളനെ കണ്ടാൽ പോലും ഒരു അഭിഭാഷകം എന്നുള്ളത് നമ്മൾക്ക് കള്ളന്മാരൊക്കെ മുമ്പിൽ 1000 തെഫ്റ്റ് അടിച്ചു വരും, പെറ്റി കേസ് അടിച്ചവരും ഒക്കെ വരും. പക്ഷെ നമ്മൾ അവരോട് അങ്ങനെയൊന്നും ആറ്റിറ്റ്യൂഡ് ഇടപെടുക. ഇതൊക്കെ ഒരു 4-5 കാര്യങ്ങളെന്ന് പറഞ്ഞു.